ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ 2025 ഇന്ന് ഏപ്രിൽ മെയ് മാസമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നിരന്തരം വാർത്തകളൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇക്കാലഘട്ടത്തിൽ നമുക്ക് വാർത്ത വായിക്കാനേ പേടിയാണ്. നമ്മൾ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. കാരണം പലരും മയക്കുമരുന്നും കഞ്ചാവിനും മറ്റും ദുശ്ശീലങ്ങൾക്ക് അടിമകളായിരിക്കുകയും, അതുപോലെ നാട്ടിൽ നടക്കുന്ന പോക്രിത്തരങ്ങൾ, അതുപോലെ പല ആക്രമണങ്ങൾ നാട്ടിൽ ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് നടക്കാൻ തന്നെ പേടിയാണ്. ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ തലമുറ കുട്ടികൾ തീരെ ക്ഷമയില്ലാത്തവരും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരെയും പറയാൻ പറ്റില്ല. ഞാനും ഒരു 90s കിഡാണ്. അപ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒന്നിനും അടിമയാകാതെ കഞ്ചാവിനും ലഹരി മരുന്നുകൾക്കും മറ്റു ദുശീലങ്ങൾക്കൊന്നും അടിമയാകാതെ ഇന്നും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒട്ടേറെ യുവാക്കളും ഉണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയൊന്നും പോവാതിരുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഞങ്ങളുടെ പോലത്തെയുള്ള മാതാപിതാക്കൾ, ഉമ്മ ഉപ്പ അച്ഛനമ്മമാർ മുൻകാലത്ത് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളോ ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ കിട്ടുന്നത് തന്നെ വലിയ പുണ്യമാണ്. അവരാണ് ചെറുപ്പത്തിൽ അവർ പഠിപ്പിച്ച് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. ചെറുപ്പത്തിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാപ്പിക്കുകയും അതുപോലെ ഇതുപോലുള്ള മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടികളാവുകയും അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവർക്കും ഇനിയും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു കരകയറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി നേരുന്നു.